പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബൈബിളിൽ നിന്ന് ചില വചനങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിലൊരു വാക്യമുണ്ട്, ഒരു കർഷകൻ കുറേ വിത്തുകൾ വാരി വിതറി എറിഞ്ഞു. ഒരു കർഷകൻ കുറേ വിത്തുകൾ വാരി വിതറി എറിഞ്ഞപ്പോൾ കുറേ വിത്തുകൾ മുള്ളുകളിടയിൽ വീണു, കുറേ വിത്തുകൾ പാറപ്പുറത്ത് വീണു, കുറേ വിത്തുകൾ വഴിയരികിൽ വീണു, കുറേ വിത്തുകൾ റോട്ടിൽ വീണു, കുറേ വിത്തുകൾ നല്ല നിലത്ത് വീണു. അപ്പോൾ ഈ വിത്തുകൾ ഇങ്ങനെ കർഷകൻ വാരി വിതറി എറിഞ്ഞപ്പോൾ ഈ വിത്തുകൾ വീണത് പല സ്ഥലങ്ങളിലാണ് വിത്തുകൾ വീണത്. സഹോദരങ്ങളെ, നമ്മൾ വിത്തുകൾ വിതറുമ്പോൾ നല്ല നിലത്ത് വിത്തുകൾ വിതറാൻ ആഗ്രഹിക്കുക, ശ്രമിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. നിലം നല്ലതല്ലെങ്കിൽ വിത്തുകൾ പാഴായിപ്പോകും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതായിരുന്നാൽ നമുക്ക് നല്ലത് കിട്ടും. ഇവിടെ ഒരു കർഷകൻ വിത്തുകൾ വാരി വിതറി എറിഞ്ഞപ്പോൾ അത് പല സ്ഥലങ്ങളിലായി വീണുപോയി. മുള്ളുകളെ ഇടയിൽ വീണ വിത്തുകൾ, മുള്ളുകൾ വലുതായപ്പോൾ ഈ വിത്തുകളെ ഞെരുക്കി ആ വിത്തുകൾ നശിച്ചു പോയി, ആ വിത്തുകൾ ഇല്ലാതായിപ്പോയി. പാറപ്പുറത്ത് വീണ വിത്തുകൾ അവിടെ കിടന്ന് വെയിൽ വന്നു ഉണങ്ങി, അതിന് ആ വിത്തുകൾക്ക് അവിടെ കിടന്ന് വളരാൻ കഴിയാതെ, അതിന് അവിടെ കിടന്ന് വേരുകൾ ഓടാൻ കഴിയാതെ ആ വിത്തുകൾ അവിടെ കിടന്ന് ഉണങ്ങി, ആ വിത്തുകളും ഇല്ലാതാക്കി. വഴിയരികിൽ വീണ വിത്തുകൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ആ വിത്തുകൾ ചവിട്ടി മെതിച്ച് പക്ഷികൾ വന്ന് കൊത്തിപ്പറക്കി ആ വിത്തുകളും ഇല്ലാതായിപ്പോയി. റോട്ടിൽ വീണ വിത്തുകൾ, വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആൾക്കാർ ചവിട്ടി ആ വിത്തുകളും ഇല്ലാതായിപ്പോയി. പക്ഷേ നല്ല നിലത്ത് കുറച്ച് വിത്തുകൾ വീണു. ആ നല്ല നിലത്ത് വീണ വിത്തുകൾ അവിടെ കിടന്ന് അത് വളർന്ന് വലുതായി അതിൻ്റെ ഫലങ്ങൾ പുറപ്പെട്ട് അത് 100ഉം 70ഉം 80ഉം 100ഉം ഒക്കെ മേൽ ആ വിത്തുകൾ വളർന്ന് വലുതായി ഒരുപാട് ഫലങ്ങൾ കാച്ചു തുടങ്ങി. 100ഉം ഒക്കെ നല്ല രീതിയിൽ ആ വിത്തുകൾ വളരാനിടയായി. 80ഉം 100ഉം ഒക്കെ രീതിയിൽ ആ വിത്തുകൾ വളർന്ന് വലുതായി ഒരുപാട് ഫലങ്ങൾ കൊടുത്തു തുടങ്ങി. സഹോദരങ്ങളെ, നമ്മളും അങ്ങനെ നമ്മുടെ ജീവിതത്തിലും നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല പ്രവൃത്തികൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് വളരാൻ ഇടവരൂ. ഇപ്പോൾ നമ്മളെ അച്ഛനും അമ്മയാണെങ്കിൽ തന്നെയും, നമ്മളെ സഹോദരങ്ങളാണെങ്കിൽ തന്നെയും, നമ്മളെ അയൽക്കാരാണെങ്കിൽ തന്നെയും, നമ്മളെ ബന്ധുക്കളാണെങ്കിൽ തന്നെയും നമ്മൾ അവരെ സ്നേഹിക്കണം, അവരെ പരിപാലിക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം. ആരെയും നമ്മൾ ദ്രോഹിക്കാനോ ആരെയും നമ്മൾ ഉപദ്രവിക്കാനോ പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചടിയായി കിട്ടും, അത് തിരിച്ചൊരു പ്രതികൂലമായി നമുക്ക് വരും. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ ദൈവം നമുക്ക് നല്ലത് തരും. നിങ്ങൾ 10 പേർക്ക് നല്ല കാര്യം ചെയ്തെന്ന് വിചാരിച്ച് അവർ നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യം ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ 10 പേർക്ക് നല്ല കാര്യം ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അല്ലാതെ നമ്മൾ നല്ല കാര്യം 10 പേർക്ക് ചെയ്തു, അവർ നമ്മളെ തിരിച്ച് സഹായിക്കും എന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ദൈവം നമ്മളെ സഹായിക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇപ്പോൾ നമ്മളെ വീട്ടിലായിരിക്കുന്ന അച്ഛനും അമ്മയെ തന്നെ, ഇപ്പോൾ നമ്മുടെ അമ്മയാണെന്ന് കൂട്ടിക്കോ, അമ്മ നമ്മളെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മ നമ്മളെ വളരെ സൂക്ഷ്മയോടെ അവർ നടക്കുകയും പോവുകയും വരെയെല്ലാം ചെയ്യും. അവരെ കാര്യങ്ങൾ അവർ ചെയ്യും. അവർ ഒരിടത്തും മറിഞ്ഞു വീഴാതെ, ഒരിടത്തും ചറുക്കി വീഴാതെ ആ അമ്മ, ഗർഭിണിയായിരിക്കുന്ന അമ്മ വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടെ അവർ നടന്നു പോകും. അപ്പോൾ അഥവാ എവിടെയെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ ഈ ഗർഭിണിയായ അമ്മയ്ക്കും ദോഷമാണ്, ഈ വയറ്റിയിരിക്കുന്ന കുഞ്ഞിനും ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അമ്മ ഒരിടത്തും വീഴാതെ വളരെ ശ്രദ്ധയോടെ പോവുകയും വരികയും അവരെ ജോലികൾ ചെയ്യുകയും വീട്ടുകാര്യങ്ങൾ ചെയ്യുകയും അവരെ വീട്ടിലായിരിക്കുന്ന ചേട്ടനെ നോക്കുകയും ചേട്ടൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും എല്ലാം ഈ അമ്മ വളരെ ശ്രദ്ധയോടെ ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്മ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ ഈ അമ്മയ്ക്കും ദോഷമാണ്, ഈ കുഞ്ഞിനും ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം കെയർ ചെയ്ത്, അത്രത്തോളം സൂക്ഷിച്ച് ഈ അമ്മ ആ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുകയും പോവുകയും വരെ എല്ലാം ചെയ്യും. അപ്പോൾ ഈ അമ്മ ഇത്രത്തോളം കെയർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ജീവനത്തോടെ ഇരിക്കുന്നത്, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്, നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോണത്, നമ്മൾ ജോലിക്ക് പോണത്, നമ്മൾ വലിയ വലിയ ജോലികളിലിരിക്കുന്നത്
നമ്മൾ വലിയ വലിയ പദവികൾ ഇരിക്കുന്നത്, നമുക്ക് വലിയ വലിയ ഉദ്യോഗങ്ങൾ കിട്ടുന്നത് എല്ലാം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെ അമ്മ നമ്മളെ സൂക്ഷിച്ചു, നമ്മളെ കരുതി, വളരെ ശ്രദ്ധയോടെ അമ്മയുടെ വയറ്റിനകത്ത് നമ്മളെ അമ്മ നമ്മളെ കൊണ്ടു നടന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ നമ്മളെ അങ്ങനെ അത്രത്തോളം സൂക്ഷ്മയോടെ കൊണ്ടു നടന്നു. അമ്മ നമ്മളെ പ്രസവിച്ചു, നമ്മൾ വളർന്നു, സ്കൂളിൽ പോയി, അമ്മ നമ്മളെ സ്കൂളിൽ വിട്ടു, നമ്മളെ പഠിപ്പിച്ചു. അച്ഛനും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പഠിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ പഠിച്ചു, നമുക്ക് ജോലിയായി, നമ്മൾ വലിയ വലിയ പദവികളിരിക്കുന്നു, നമ്മൾ മറ്റുള്ള ജോലിക്ക് പോകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വണ്ടിയുണ്ട്, നമുക്ക് വീടുണ്ട്, നമ്മൾ നല്ല നല്ല ഫ്രണ്ട്സുകളുണ്ട്, നല്ല നല്ല കൂട്ടുകാരുണ്ട്. ഇതെല്ലാം കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ നമ്മളെ സൂക്ഷിച്ചു. നമ്മുടെ അമ്മ വളരെ ശ്രദ്ധയോടെ നമ്മളെ കൊണ്ടു നടന്നു. അമ്മ നമ്മളെ പ്രസവിച്ചു, അമ്മ നമുക്ക് പാലുകൂട്ടി തന്നു, അമ്മ നമ്മളെ നടത്തി, അമ്മ നമ്മളെ സ്കൂളിൽ നമ്മളെ കാര്യങ്ങളെല്ലാം ചെയ്ത് അമ്മ നമ്മളെ സ്കൂളിൽ വിട്ടു. അപ്പോൾ ഈ അമ്മ ഇത്രത്തോളം നമ്മളെ സൂക്ഷിച്ചതുകൊണ്ടാണ് നമ്മളിപ്പോൾ വലിയ വലിയ പദവി ഇരിക്കുന്നതും വലിയ വലിയ ജോലി ഇരിക്കുന്നതും നമ്മൾ നല്ല അടിപൊളിയായിട്ട് പോവുകയും വരികയെല്ലാം ചെയ്യുന്നത് നമ്മുടെ അമ്മ നമ്മളെ സൂക്ഷിച്ചതുകൊണ്ടാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും അച്ഛനെ അടിക്കുന്ന ആൾക്കാരുണ്ട്, അമ്മയെ അടിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ആരും വിശുദ്ധന്മാരല്ല, നമ്മളാരും നീതിമാന്മാരുമല്ല. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും കുറവുകളും തെറ്റുകളുമുണ്ട്. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. അച്ഛനും തെറ്റ് ചെയ്യും, അമ്മയും തെറ്റ് ചെയ്യും, മക്കളും തെറ്റ് ചെയ്യും. അപ്പോൾ തെറ്റ് ചെയ്യാത്ത ആരുമില്ല. അപ്പൻ തെറ്റ് ചെയ്താൽ മക്കൾ ക്ഷമിക്കണം, അമ്മ തെറ്റ് ചെയ്താൽ മക്കൾ ക്ഷമിക്കണം, മക്കൾ തെറ്റ് ചെയ്താൽ അപ്പനും അമ്മയും ക്ഷമിക്കണം. അതുകൊണ്ട് അവരെ ഉപദേശിക്കണം, അവരെ അറിഞ്ഞുകൊള്ളുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. പക്ഷേ ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ പരിപാലിക്കുക, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക. ആരെയും നമ്മൾ ഉപദ്രവിക്കാൻ പോകരുത്, ആരെയും നമ്മൾ ശല്യപ്പെടുത്താൻ പോകരുത്. ഒരു തെറ്റുകളും നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മൾ അറിവില്ലാത്ത സമയത്ത് നമ്മൾ അനേക തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ദൈവത്തോടടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക, തെറ്റുകൾ ചെയ്യാതിരിക്കുക, തെറ്റുകൾ ചെയ്യാതെ ജീവിക്കുക. നമ്മുടെ അച്ഛനും അമ്മയും അവർ ജോലിക്ക് പോയി, അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സാമ്പത്തികമുണ്ടാക്കി നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് അച്ഛനും അമ്മയും നമ്മളെ വളർത്തി, നമ്മൾ പഠിച്ചു, നമുക്ക് നല്ല ജോലിയായി, നമുക്ക് നല്ല പദവിയായി, നമുക്ക് നല്ല വീടുണ്ട്, നമുക്ക് നല്ല വണ്ടിയുണ്ട്, നമുക്ക് നല്ല വസ്തുക്കളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെല്ലാം നല്ല സൗകര്യത്തിലൊക്കെ ആയപ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് അമ്മയെ വേണ്ട, പിന്നെ അച്ഛനെ വേണ്ട, അവർക്ക് പിന്നെ അവരെ കാര്യം മാത്രം മതി. സഹോദരങ്ങളെ, അച്ഛനെയും അമ്മയും നോക്കാതിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ശാപമാണ്. ദൈവം നമ്മളെ ശപിക്കും, ദൈവം നമ്മളെ ശിക്ഷിക്കും. നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ നോക്കണം, നമ്മൾ പരിപാലിക്കണം. അച്ഛനും അമ്മയും വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അച്ഛനും അമ്മയും ബലഹീനമായിപ്പോയാൽ അവർക്ക് തുണികൾ നമ്മൾ കഴുകിയിട്ട് കൊടുക്കണം. അച്ഛനെയും അമ്മയും നമ്മൾ കുളിപ്പിക്കണം. അവർക്ക് ആഹാരം വാരി കൊടുക്കേണ്ടി വരും, അവരെ കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കേണ്ടി വരും. എല്ലാം നമ്മൾ ചെയ്യണം. അവർക്ക് എണീച്ച് നടക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് നല്ല വസ്ത്രങ്ങൾ ഇട്ട് കൊടുത്ത്, നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ, എല്ലായിടത്തുമല്ല, ചില സ്ഥലങ്ങളിലൊക്കെ അമ്മയും അച്ഛനെയും കൂടെ നമ്മൾ കൊണ്ടുപോകണം. അവർക്ക് ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അവരെ നല്ല നല്ല കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകണം. അവരെ സന്തോഷിപ്പിക്കണം. അപ്പോൾ അവർക്കും ഉള്ളിനകത്തൊരു സന്തോഷം വരും, അവർക്കും ഒരു ആനന്ദം വരും, അവർക്കൊരു സന്തോഷം വരും. എൻ്റെ മക്കൾ എന്നെ ഇന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നു, അവർ എന്നെ ഹോട്ടലിലൊക്കെ കൊണ്ടുപോകുന്നു, നല്ല നല്ല ഭക്ഷണങ്ങൾ മേടിച്ചു വരുന്നു. അവരുടെ സന്തോഷത്തിൻ്റെ കൂട്ടത്തിൽ എന്നെ കൂടെ എൻ്റെ മക്കൾ ഉൾപ്പെടുത്തുന്നു എന്നുള്ളൊരു സന്തോഷം ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകും. അപ്പോൾ അവരുടെ ജീവിതത്തിലും അവർക്കൊരു സന്തോഷം പാവും. അവർ മരിക്കുന്ന സമയത്ത് അവർ സന്തോഷത്തോടെ മരിക്കും. അല്ലാതെ അവർ കരഞ്ഞുകൊണ്ടോ അവർ ദുഃഖത്തോടോ അവർ പ്രയാസത്തോടോ മരിക്കേണ്ട അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കരുത്. മരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും മക്കളെ കൈപിടിച്ച്, മക്കളെ ഞാൻ പോകുന്നു, നിങ്ങൾ സന്തോഷമായിരിക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ആ അച്ഛനും അമ്മയും ചിരിച്ച മുഖത്തോടെ മരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണും. അപ്പോൾ അവരെ നമ്മൾ പരിപാലിക്കണം, അച്ഛനെ നമ്മൾ സ്നേഹിക്കണം, അമ്മയെ നമ്മൾ സ്നേഹിക്കണം. തെറ്റ് ചെയ്യാത്ത ആരുമില്ല, എല്ലാ മനുഷ്യരും തെറ്റുകാരാണ്. അപ്പോൾ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തോട് അടുക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, നല്ലത് മാത്രം ചെയ്യുക. ദൈവം നിങ്ങളെ മാനിക്കട്ടെ.